ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി കൊഴുക്കട്ടയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനിവിടെ മാവ് കുഴയ്ക്കുന്നില്ല. നമ്മളിത് കോരി ഒഴിക്കുന്ന മാവ് വെച്ചിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ഇതിനകത്ത് വിള്ളൽ വീഴാനുള്ള ചാൻസും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് എടുക്കുന്നവരാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 2 കപ്പ് എടുത്തത് കൊണ്ടാണ് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ കൊഴുക്കട്ടയ്ക്ക് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഗ്യാസ് ഓൺ ചെയ്യാതെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. നല്ലപോലെ കലക്കിയെടുക്കുക. തീരെ കട്ടയൊന്നും പാടില്ല. ഇനി ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇത് ചെറുതായിട്ട് കട്ടയാവാൻ തുടങ്ങും. അത് കുഴപ്പമില്ല. നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾക്കിത് ഒറ്റ ബോളായിട്ട് നല്ലപോലെ കുഴഞ്ഞു കിട്ടും. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിക്കൊടുത്ത് നമ്മൾക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. നല്ല ചൂടായിരിക്കും. ഈ സമയത്ത് നമ്മൾക്കിത് കൈവച്ച് തൊടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ കുഴഞ്ഞിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മൾക്കിനി ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഞാനിവിടെ 2 തരത്തിൽ ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പഞ്ചസാര വെച്ചിട്ടും ഒന്ന് ശർക്കര വെച്ചിട്ടുമാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1.25 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നെയ്യിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടും തേങ്ങയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 3/4 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തേങ്ങാ ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊഴുക്കട്ട പെട്ടെന്ന് കേടാവത്തില്ല. അതുമാത്രമല്ല, ടേസ്റ്റും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പം നമ്മളുടെ പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ 1.25 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് കല്ലില്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കി അരിച്ചെടുക്കുന്നവരാണെങ്കിൽ 2 or 3 അച്ച് ശർക്കര എടുക്കാം. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ഉരുകി തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നേരെ അരിച്ചൊഴിച്ചാലും മതി. ഞാനിനി ഇവിടെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടെ നമ്മളുടെ ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മൾക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇതിനകത്ത് തരിയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾക്ക് ഒരേ സൈസിലുള്ള ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുക്കുക. നല്ല ഷേപ്പായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഈ ഒരു അളവ് മാവ് വെച്ചിട്ട് നമ്മൾക്ക് ഏകദേശം 14 അല്ലെങ്കിൽ 15 കൊഴുക്കട്ടയായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഈ രീതിയിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പം ഇത് കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ ഇപ്പം എല്ലാ മാവും ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു ഉരുളെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കുഴിയാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് സൈഡിലോട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് നടുവിൽ വേണം ഫില്ലിംഗ് വെക്കാനായിട്ട്. ഒരുപാട് കട്ടിയായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് തിന്നായിട്ട് പരത്തി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തേച്ച് പരത്തി കൊടുക്കാം.
വെള്ളം വെച്ച് പരത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെള്ളം വെച്ച് പരത്തി കൊടുക്കുമ്പം വിള്ളൽ വീഴാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മളിത് പരത്തുന്ന സമയത്ത് തന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വേവിക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നത്. ഒരു ട്രിപ്പിൽ നമ്മൾക്ക് 7 എണ്ണമായിരിക്കും വെക്കാൻ പറ്റുക. അപ്പം ഇത് നമ്മൾ ഉരുട്ടി വരുമ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ ഉരുളെടുത്തു കഴിഞ്ഞാൽ ഈ മാവ് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഷേപ്പാക്കി എടുത്ത കൊഴുക്കട്ടയ്ക്കകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഒരു ട്രിപ്പിൽ നമ്മൾക്ക് 7 എണ്ണം പഞ്ചസാര വെച്ചിട്ടുള്ള കൊഴുക്കട്ടയും അടുത്ത ട്രിപ്പിൽ നമ്മൾക്ക് 7 എണ്ണം ശർക്കര വെച്ചിട്ടുള്ള കൊഴുക്കട്ടയും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡെല്ലാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഏതെങ്കിലും ഭാഗത്ത് കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാവ് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാം. എല്ലാ കൊഴുക്കട്ടയും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇനി പറയാൻ പോകുന്ന ഒരു ടിപ്പാണ്, നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം ഏതെങ്കിലും ഭാഗത്ത് വിള്ളൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിന് മുന്നേ ഞാനൊരു കൊഴുക്കട്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിനകത്തുനിന്നും നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കിട്ടും. എല്ലാ കൊഴുക്കട്ടയും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പിൽ ഞാനിവിടെ 7 എണ്ണമാണ് വെക്കുന്നത്. ഈ 7 എണ്ണവും പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇനി നമ്മളിത് വേവിക്കാനായിട്ട് ഒരു വാഴയില ആദ്യമേ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ വെള്ളം വെച്ചത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വാഴയിലയ്ക്കകത്ത് വേവിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കൊഴുക്കട്ടയ്ക്ക് ഉണ്ടായിരിക്കുക. അപ്പം വാഴയില വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഇത് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് മുട്ടാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. കാരണം ഇത് വെന്ത് വരുമ്പം കുറച്ചും കൂടി ഒന്ന് വലുതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട്. ഇനി ഇത് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഫില്ലിംഗ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വെച്ച ട്രിപ്പ് റെഡിയായിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം. കൊഴുക്കട്ടയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇനി നമ്മൾക്ക് സെക്കൻഡ് ട്രിപ്പ് കൊഴുക്കട്ട വെക്കാം. സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അതും 15 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതോടെ നമ്മളുടെ കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ടായിരിക്കും. കൊഴുക്കട്ട എപ്പോഴും നമ്മൾ ചൂടോടെ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം നമ്മളുടെ ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ കൊഴുക്കട്ടയും റെഡിയായി കഴിഞ്ഞു. എല്ലാ കൊഴുക്കട്ടയും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പഞ്ചസാര ഫില്ലിംഗ് വെച്ചിട്ടുള്ള കൊഴുക്കട്ട നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ കൊഴുക്കട്ടയും കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്